പ്രിയമുള്ളവരെ, സസ്റ്റൻസ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഞാനൊരു വിദേശ ടെക്നിക്കുള്ള ആണ് ശ്രമിക്കുന്നത്. ഈ കഴിഞ്ഞ ജൂൺ 16 അലഹബാദിലുണ്ടായ വിമാന അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്ക് തോന്നിയ ഒരു ചെറിയൊരു ആശയം. ഒരിക്കലും നടക്കാത്ത സ്വപ്നമാണെന്നറിയാം. ചിലപ്പോൾ ഇതൊരു 100 വർഷം അല്ല 50 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനം കൂടായിക എന്നില്ല. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു സ്വപ്നം കാണാനല്ലോ. സ്വപ്നം കാണാനാണ് നമ്മുടെ മുൻ രാഷ്ട്രപതിയും നമ്മുടെ എല്ലാമായ ശ്രീ APJ അബ്ദുൽ കലാം സാർ പറഞ്ഞത്. അതേപോലെ ഞാനും ഇതേപോലെ ഒരു സ്വപ്നം കാണുന്ന ഒരാളാണ്. പല കാര്യങ്ങളിൽ സ്വപ്നം കാണാൻ അങ്ങനെയുള്ള സ്വപ്നങ്ങളിൽ ഒന്നാണ്. അപ്പോൾ വിമാനം അപകടം ഉണ്ടായത് ഒരു നിവൃത്തിയുമില്ലാത്തൊരു ഘട്ടത്തിലാണ്. എന്താ സംഭവിച്ചതെന്ന് ആർക്കും ഇതുവരെ അറിയില്ല. പല ഊഹാപോഹങ്ങളും പല വീഡിയോകളിലായി വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ, ഒന്നും ചെയ്യാൻ പറ്റാത്ത സന്ദർഭത്തിൽ ഇപ്പം നമ്മുടെ ഇത് വിമാനത്തിൻ്റെ മുൻപോട്ടുള്ള ത്രസ്റ്റ് കൊടുക്കുന്ന എൻജിനാണെന്ന് വിചാരിക്കുക. ഇത് രണ്ടും നിലച്ചു എന്നാണ് പറയുന്നത്. വൈദ്യുതിയും നിലച്ചു. അപ്പോൾ ഭാവിയിൽ ഇനി വിമാനം ഡിസൈൻ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള അപകടത്തിൽ നിന്ന് ഈ ഒരു അപകടമല്ല, ചില പർവ്വതങ്ങളിലും അവിടെ ഇവിടെയെല്ലാം മരങ്ങളിലെല്ലാം ചെന്ന് മുട്ടുവാൻ വിമാനം മുട്ടി താഴേക്ക് പോകാനുള്ള സാധ്യത ഒഴിവാക്കുവാനായി ചെറിയൊരു ആശയം എൻ്റെ മനസ്സിൽ വന്നു. ആദ്യം ചെറിയ വിമാനങ്ങളിൽ തുടങ്ങണം ഇത്തരം പരീക്ഷണങ്ങൾ. മുൻപോട്ട് പോകുന്ന എൻജിന് പുറമെ എമർജൻസി അവിടെ എത്തിയിട്ടുണ്ട്. എമർജൻസി ഘട്ടത്തിലൊരു ഇതെല്ലാം ഫോർവേഡേക്ക് പോകേണ്ട എൻജിനാണ്. ഇതിൻ്റെ ത്രസ്റ്റ് കൊണ്ടാണ് വിമാനം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത് രണ്ടും നിലച്ചു കഴിഞ്ഞാൽ പിന്നെ വിമാനം പെട്ടെന്ന് അവിടെ നിൽക്കുകയില്ല. അതിൻ്റെ മൊമെൻറ്റം കഴിയുമ്പോൾ അത് താഴെ വീഴും. പക്ഷേ ഇവിടെ ഒന്നിനും നിവൃത്തിയില്ലാത്തൊരു ഘട്ടം വന്നു. അപ്പോഴെന്ത് നിലച്ചാൽ ഈ മുന്നോട്ടുള്ള മൊമെൻറ്റത്തെ തടയാൻ ഒരു പുറകോട്ടേക്ക് 2 എൻജിനുകൾ സ്ഥാപിക്കുക. 2 എൻജിൻ എമർജൻസി ഘട്ടത്തിൽ മാത്രം ഈ വിമാനത്തിൻ്റെ നിലവിലുള്ള സംവിധാനമായ ഒരു ബന്ധവുമില്ലാത്ത, എന്നാൽ ഇത്തരം അടിയന്തര ഘട്ടത്തിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന സാങ്കേതിക സംവിധാനങ്ങളുള്ള 2 എൻജിനുകൾ വിമാനത്തിൽ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ ആ എൻജിൻ വർക്ക് ചെയ്ത വിമാനത്തിൻ്റെ മുൻപോട്ടുള്ള മൊമെൻറ്റം കുറക്കുവാനും, ഈ കേസിൽ തന്നെ അത് സംഭവിക്കാം. കുറച്ചാൽ വിമാനം ഒരു ബ്രേക്ക് ഇട്ടതുപോലെ മുന്നോട്ട് അതിൻ്റെ എത്രയോ 200 കിലോമീറ്റർ സ്പീഡിലാണ്, നോട്ടിക്കൽ കിലോമീറ്റർ അങ്ങനെ എന്താ പറയുക, അത്രയും സ്പീഡിലാണ് നമ്മുടെ റോഡിനെ അപേക്ഷിച്ച് പറയുമ്പോൾ എത്രയോ 300 കിലോമീറ്റർ സ്പീഡിലാണ് വിമാനം അവിടെ ചെന്നടിച്ചത്. അപ്പോൾ അങ്ങനെ അടിക്കുന്ന ഒരു അവസ്ഥ ഇല്ലാതെ വരും. ഈ 2 പുറകോട്ടുള്ള എൻജിനുകൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഏതായാലും രണ്ടും പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ഇതും ഈ വിമാനത്തിൻ്റെ നിലവിലുള്ള സംവിധാനങ്ങളായിട്ട് ഒരു ബന്ധവും പാടില്ല. അത് എമർജൻസിയിൽ മാത്രം ആയിരിക്കണം. അതുകൊണ്ട് ഒരു കേടും വരാത്ത തരത്തിലായിരിക്കണം ഇത്തരം എൻജിനുകളെ ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ അത് റാട്ടിന് പകരം വെറും ഒരു മുട്ടുശാന്തിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ റാട്ട് പ്രവർത്തിച്ചോട്ടെ, പക്ഷേ റാട്ട് സംവിധാനത്തോടു കൂടി തന്നെ ഈ പുറകോട്ട് പിടിപ്പിച്ചിട്ടുള്ള 2 പുറകോട്ടേക്ക് വിമാനത്തിനെ ഒരു മുന്നോട്ട് പോകുന്നതിന് പകരം നേരെ റിവേഴ്സ്, അതായത് പുറകിലേക്ക് പോകുന്ന ഒരു സംവിധാനം. കാരണം ഇങ്ങോട്ടേക്ക് ഇത് വരുമ്പോൾ ഇത് മുന്നോട്ടേക്കല്ല പോകുന്നത്, അത് നേരെ റിവേഴ്സിലേക്ക് പോകുന്ന വിധത്തിൽ. ഇത് ഞാൻ വരച്ച് തെറ്റിപ്പോയെന്നറിയില്ല. ഇത് മുൻപോട്ടേക്കുള്ള ഇതാണെന്ന് വെച്ചാൽ ഞാനങ്ങനെ വരച്ചതിൽ കുറച്ച് തെറ്റുണ്ട്. അപ്പോൾ ഇത് പുറകിലേക്കേക്ക് വരുന്ന വിധത്തിലായിരിക്കണം ഈ 2 വിമാനത്തിൻ്റെ 2 ചിറകുകളിലും ഘടിപ്പിക്കേണ്ടത്.
അപ്പോൾ ആ ട്രസ്റ്റ് ബാക്കോട്ടുള്ള ഇത് കാരണം ഇതിൻ്റെ വിമാനത്തിൻ്റെ മുന്നോട്ടുള്ള ആക്സലേഷൻ കുറയുകയും ചിലപ്പോൾ അത് വിമാനം തന്നെ ഒരു നിശ്ചലാവസ്ഥയിൽ നിന്ന് മെല്ലനെ താഴോട്ട് ഇറങ്ങാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരിക്കലും നടക്കാത്ത സ്വപ്നമാണെങ്കിലും എനിക്ക് തോന്നുന്നത്. കാരണം ആ സ്പീഡാണ് എല്ലാം സംഗതിയും വരുത്തി വച്ചിട്ടുള്ളത്. മെഡിക്കൽ കോളേജിൻ്റെ മെസ്സ് ഹാളിലേക്ക് ഇടിച്ച് കയറുവാനും കുറേ പേർ മരിക്കാനും ഇടയായ സന്ദർഭം ഇതൊന്നും ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ചെയ്യാൻ പറ്റുന്നതല്ല. അങ്ങനെ ഒരു സംവിധാനം ഭാവിയിൽ വിദഗ്ധർ ചിന്തിക്കുകയാണെങ്കിൽ നന്നായിരിക്കുമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ കൂടെ പറയാൻ എന്തെല്ലാം സംവിധാനം ഒരുക്കാൻ പറ്റും അതൊക്കെ ഒരുക്കിയാൽ ഭാവിയിൽ ഇത്തരം കുറേ വിമാന അപകടങ്ങളുടെ തീവ്രത കുറക്കാൻ പറ്റും. ചിലപ്പോൾ പല കാഷ്വാലിറ്റീസ് എല്ലാം വന്നേക്കാം, എന്നാലും ആ തീവ്രത കുറക്കാൻ പറ്റും. ചിലപ്പോൾ അത് ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പോലെ ഇത് രണ്ടും നിലച്ച സമയത്ത് ഇത് എൻജിൻ സ്റ്റാർട്ടായി ഉടനെ സ്റ്റാർട്ടായി എന്ന് വിചാരിക്കുമ്പോൾ ഇത് മേലോട്ട് ഉയർത്താൻ പറ്റാത്ത അവസ്ഥയല്ലേ ഉണ്ടായത്. അപ്പോൾ ഇത് പ്രവർത്തിക്കുമ്പോൾ ഇതിൻ്റെ മുന്നോട്ടുള്ള തള്ളിച്ച വിമാനത്തിൻ്റെ പോക്ക് കുറയുകയും അത് സ്പീഡ് കുറഞ്ഞ് മെല്ലനെ താഴോട്ടിങ്ങനെ നേരെ ഒരു ഹെലികോപ്റ്റർ ഇറങ്ങുന്ന പോലെ ഇറങ്ങുവാൻ പറ്റുമെന്നാണ് എൻ്റെ സ്വപ്നം, എൻ്റെ ഭാവന. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കുമെന്നാണ് എൻ്റെ ഇതുവരെ കുറേ ദിവസമായി തലവകഞ്ഞ് ആലോചിക്കുന്ന ഒന്നും ഒരു നിവാരണവും കണ്ടില്ല. അപ്പോൾ ഇതിന് ഇങ്ങനെയുള്ള ഒരു സംവിധാനം ഭാവിയിലുണ്ടായെങ്കിൽ ഇത്തരം അപകടങ്ങളുടെ തീവ്രത കുറക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ആദ്യം തന്നെ ചെറിയ പ്ലെയിനുകളിൽ ഈ സംവിധാനം എൻജിൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല എന്നറിയാം. എന്നാലും പല ആകാശത്ത് വരെ മനുഷ്യൻ കീഴടക്കുന്ന ഗ്രഹങ്ങളെ വരെ കീഴടക്കുന്ന ഈ കാലത്ത് ഇതൊന്നും വലിയൊരു പ്രശ്നമായി ആകില്ല എന്നാണ് എൻ്റെ അനുമാനം. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി വിദഗ്ധർ ചിന്തിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. റാട്ട് സംവിധാനം വലിയൊരു കാര്യമായിട്ടൊന്നും ഇത്തരം സന്ദർഭങ്ങൾ എടുക്കാൻ പറ്റില്ല. എന്നാലും അതും പ്രവർത്തിച്ച് അതിൻ്റെ കൂടെ തന്നെ ഈ എൻജിനും ഞാനിപ്പോൾ പറഞ്ഞ നേരെ എതിർവശത്തേക്ക് പുറകോട്ടേക്ക് വിമാനത്തെ വലിക്കുന്ന, അതായത് മുന്നോട്ടുള്ള പ്രയാണത്തെ തടയുന്ന ഒരു സംവിധാനം കൂടി വിമാനത്തിൽ ഉണ്ടാക്കിയാൽ നന്നായിരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ശശിധരൻസ് വ്ളോഗിൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇത് കേട്ട എല്ലാവർക്കും എൻ്റെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ശശിധരൻസ് വ്ളോഗിനെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.